ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും ഇന്ന് പ്രോഫിറ്റബിൾ ആയ ഒരു ഡേ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ സ്ക്രീൻ വ്യൂ കുറച്ച് കുറവായിരിക്കും. ബട്ട് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് ഇൻഫർമേഷൻ, നോളജ്, ഇത് രണ്ടും കൃത്യമായി ഫോണിലായാലും ലാപ്ടോപ്പിലായാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നിഫ്റ്റി ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്തിട്ട് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ കണ്ടു. വലിയൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു നിഫ്റ്റി. തിരിച്ച് റിക്കവർ ചെയ്തു മാർക്കറ്റ്. തിരിച്ച് ഈ ഒരു ബ്രേക്കൗട്ട് ഈ ഒരു ഏരിയയിൽ തന്നു. 24,750 എന്നുള്ള ഏരിയ കടന്ന് കിട്ടി. അടുത്ത 25,123 വരെ പോയതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു വന്നു. അപ്പോൾ മേ ബി ഒരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ ഒരു ഏരിയയിലേക്ക് 24,539 എന്നുള്ള ഏരിയയിലേക്ക് ചിലപ്പോൾ ഒരു പുൾ ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല, അറിയാം മാർക്കറ്റാണ്. നമുക്ക് മാർക്കറ്റിനെ കറക്റ്റ് രീതിയിൽ ഒരു മനുഷ്യനും വിലയിരുത്താൻ പറ്റത്തില്ല. നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഒരു ഓളത്തിനൊപ്പം നമ്മൾ നീങ്ങാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലേ? സോ നിഫ്റ്റിയുടെ ഒരു വ്യൂ അങ്ങനെയാണ്. നാളെ ആയാലും ശരി, നമുക്കിപ്പം പറയാം, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം നിഫ്റ്റി അങ്ങനെ പോകും, നിഫ്റ്റി ഇങ്ങനെ പോകും, അങ്ങനെയൊന്നുമില്ല. നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുക, അല്ലാതെ നമുക്ക് ഇപ്പോൾ ഭയങ്കരമായ ഒരു എന്താ പറയുക പ്രിഡിക്ഷൻ നടത്താൻ കഴിയില്ല. സാധ്യതകൾ മാത്രമാണുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മുൻകൂട്ടി നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ, അല്ലേ? അടുത്ത നമുക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ ഞാൻ ഒന്നും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അടുത്ത സ്റ്റോക്ക് TD പവറാണ്. TD പവർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൺഡേ ഇട്ട വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതെൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്വിംഗ് ട്രേഡിനുള്ള സ്റ്റോക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു. തിരിച്ച് മാർക്കറ്റ് റിക്കവർ ആയിട്ടുണ്ട്. 482 അല്ലെങ്കിൽ 489 വരെ ഇന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ടാർഗറ്റ് 553 ആണ്. അപ്പോൾ TD പവറിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു അനാലിസിസ് കഴിഞ്ഞ ഞായറാഴ്ച ഇട്ട വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരതൊന്ന് വാച്ച് ചെയ്യുക. നിഫ്റ്റിയുടെ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് കാണാം. TD പ്രോസസ്സിൻ്റെ സ്ട്രക്ചർ വളരെ നൈസാണ്. ഇത്രയും നല്ലൊരു ബ്രേക്ക്ഔട്ട് സോണാണ് നിൽക്കുന്നത്. ചെറിയ റിസ്ക് ആണ്. ആ 454 എന്നുള്ളൊരു സോണ് തന്നെയാണ് നമ്മുടെ റിസ്ക്. അതിൻ്റെ താഴെ പോയാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. സോ നമുക്ക് സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ട് നിങ്ങളും പഠനത്തിൻ്റെ ഭാഗമാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. അടുത്ത സ്റ്റോക്ക് ഡാറ്റ പാറ്റേൺസ് ആണ്. ഡാറ്റ പാറ്റേൺസിൻ്റെ ഞാൻ സ്റ്റോക്ക് ഡിഫൻസിൻ്റെ സെക്ടറിലുള്ള ഒരു സ്റ്റോക്കാണ്. ഡിഫൻസ് അറിയാം, ഞാനത് ആദ്യമേ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഉള്ളവരൊക്കെ നമുക്കറിയാം, എൻ്റെ പേജ് ഫോളോ ചെയ്തവർക്കറിയാം. ഞാൻ ആദ്യമേ ഡാറ്റ പാറ്റേൺസും ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബ്രേക്കൗട്ടാണ്. 2690 എന്നുള്ളൊരു സോൺ ബ്രേക്കൗട്ട് ചെയ്തു, ഒരു പുൾ ബാക്ക് തന്നു. മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3453 ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡാറ്റ പാറ്റേൺസിൽ ഒരു നൈസ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബ്രേക്കൗട്ട് തന്നു, ഒരു പുൾ ബാക്ക് തന്നു, തിരിച്ചൊരു കൺസോളിഡേഷൻ ഫോം ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു നല്ല മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഡാറ്റ പാറ്റേൺസ്. അടുത്ത സ്റ്റോക്ക് JBM ഓട്ടോയാണ്. അത് ഈ സോണിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. 722 റേഞ്ചിൽ നിൽക്കുകയാണ്. എൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് 823 ആണ്. ഇതുവരെ അതിനൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. JBM ഓട്ടോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഓഫ് Q4 ഇൻക്രീസ്ഡ് ബൈ 19% to 66.34. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഞാൻ മുന്നത്തെ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതോടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് TFCI ലിമിറ്റഡ് ആണ്, ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾക്കറിയാം, നല്ലൊരു ബ്രേക്കൗട്ട് കണ്ടിട്ടുണ്ട്. ലോങ് വ്യൂ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ലൊരു ബ്രേക്കൗട്ട് തന്നു. ബ്രേക്കൗട്ടിന് മുന്നേ മാർക്കറ്റ് ഒരു പുൾ ബാക്ക്, ഒരു ഡൗൺ സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രക്ചറലി ഒരു ഡൗൺ വന്നു, തിരിച്ച് മുകളിൽ പോയി ഒരു കൺസോൾട്ടേഷൻ തന്നു, ശേഷം ഒരു ബ്രേക്കൗട്ട് തന്നു. മേ ബി ഒരു 210 വീണ്ടും വരാം മാർക്കറ്റ്. ആൻഡ് 256 ഈ ഒരു ഹൈയിലേക്ക്, 256 എന്ന ഹൈയിലേക്ക് TFCI ലിമിറ്റഡ് പോകാൻ, അതായത് 3438 ഓൾമോസ്റ്റ് ഒരു 40 പോയിൻറ്റ്സ് ഈ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമുക്കിതിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ അറിയാം. നിങ്ങളിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ചിന്തിക്കുക. മാർക്കറ്റ് ട്രേഡ് എടുക്കുന്നതിന് മുന്നേ കണ്ടോ, ഓരോ അപ്പ് മൂവ്മെൻറ്റിന് മുന്നേ ശേഷവും ഒരു ഡൗൺ സൈഡ് ഉണ്ടാവും. ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഞാൻ ഒന്നുകൂടെ ഒന്ന് വരച്ച് കാണിക്കാം. നോക്കിയാൽ ഒരു മൂവ്മെൻറ്റിന് മുന്നേ
അപ്പ് മൂവിന് ശേഷം ഡൗൺ സൈഡ് ഉറപ്പായിട്ടുണ്ട്. ഹയർ ഹൈ തന്നാണ് മാർക്കറ്റ് പോകുന്നത്. കണ്ടോ, സിമ്പിളി ഞാൻ കാണിക്കുകയാണ്. ഹയർ ഹൈ ഇതാ ബ്രേക്കൗട്ടിന് മുന്നേ ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നു, തിരിച്ച് ലോ ഡൗൺ മൂവ്മെൻറ്റ് തന്നു. ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ലോ. മാർക്കറ്റ് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ തിരിച്ചൊരു ഒരു ലോ ഒരു 200 സോണിലേക്ക് ചിലപ്പോൾ ഒരു ഡൗൺ സൈഡ് വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് അപ്പ് പോകുന്നത്. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ടോട്ടലി പ്രിഡിക്റ്റ് ചെയ്യാൻ മാർക്കറ്റാണ് നമുക്ക് കഴിയത്തില്ല. പക്ഷേ നമ്മളിതിൻ്റെ മൂവ്മെൻറ്റ് സിഗ്സാഗാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ TFCA ലിമിറ്റഡ് ഒന്ന് ഇട്ടേക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് കൊഫോർജാണ്. കൊഫോർജിൻ്റെ ഓവറോൾ ട്രെൻഡ് നോക്കിയാൽ അതിൻ്റെ റീസെൻറ്റ് ഹൈ ഈ ഒരു 10,000 റേഞ്ചിൽ നിന്ന് താഴെ 5,650 വന്നു. ആ ഒരു റിക്കവറി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറി ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ഉണ്ട്, എല്ലാം നല്ല റിക്കവറിയിലാണ് പോയത്. തിരിച്ചിതാ ഈ ഒരു സോണിൽ വന്നു. ഇവിടെയാണ് മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഇപ്പം 8467 എന്നുള്ള മേഖല ഒരു സെല്ലിങ് നടപ്പുണ്ട്. ആൻഡ് ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്ട്രോങ് ക്ലോസ് വേണം. ഈ ഒരു സോണിന് മുകളിൽ സ്ട്രോങ് ക്ലോസ് വന്നാൽ അതിൻ്റെ റീസെൻറ്റ് ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് 9267, അതിൻ്റെ സെക്കൻഡ് ടാർഗറ്റ് 10,000. ഈ റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമുക്കൊരു സ്ട്രോങ് ക്ലോസ് വരണം. ഇതിൻ്റെ ഉയരം ഈ ഒരു സോൺ 8400-നും 8450-ക്ക് മുകളിൽ നല്ലൊരു ക്ലോസ് കിട്ടിയാൽ ഞാനിപ്പോൾ അതിന് മുകളിലോട്ട് പോകും. അതായത് ഒരു 9000, 10,000 റേഞ്ചിലേക്ക് കൊഫോർജ് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. IT സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി നിങ്ങളും ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുക. അടുത്തത് SBFC ഫിനാൻസ്. നമുക്കറിയാം ഈ ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കാണ്. IPO സ്റ്റോക്ക് പോലെയാണ്, കണ്ടോ നമുക്കറിയാം. നോക്കി സ്ട്രക്ചർ കണ്ടോ, ഒരു റീസെൻ്റ്ലി ഹൈ പോകുന്നു, ഡൗൺ വരുന്നു. നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് നല്ല രീതിയിൽ സോൺ ബ്രേക്കൗട്ട് തന്നു. തിരിച്ച് എവിടെയാണ് കറക്റ്റ് നമ്മുടെ ഒരു സെല്ലിംഗ് ഏരിയയിൽ അത് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് സ്റ്റോക്ക്. ഇതാ ഈ ഒരു സോണിലാണ് നിൽക്കുന്നത്. 100-ന് മുകളിൽ ഒരു സെല്ലിംഗ് പ്രഷറാണ് SBFC ഫിനാൻസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇത് 136-ലേക്ക് താമസിയാതെ എത്തും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ആൻഡ് അതിന് 111 ആണ് ഇപ്പോൾ ഇന്നത്തെ ഹൈ. ഈ ഒരു 112-ന് മുകളിൽ ക്ലോസിങ് കിട്ടുമ്പോൾ സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 112-ന് മുകളിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ 136-ലേക്ക് സ്റ്റോക്ക് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങളും സ്റ്റഡി പർപ്പസിന് വേണ്ടി ഇത് വാച്ച് ലിസ്റ്റിലിടുക. ഓൾമോസ്റ്റ് ഒരു 21% മൂവ് ഞാനിതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, SBFC ഫിനാൻസ്. സോ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലിടുക. അടുത്ത സ്റ്റോക്ക് MCX ആണ്. MCX കുറേ കാലമായിട്ട് സൈലൻ്റ് ആണ്. MCXൻ്റെ ഒരു എക്സ്പ്ലോസീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് വന്നാൽ നമുക്കറിയാം നല്ല മൂവ്മെൻ്റ് ആയിരിക്കും MCXൽ വരുന്നത്. സോ എൻ്റെ ഒരു 6464-ന് മുകളിൽ ഞാൻ ട്രേഡ് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കും. MCX ആണ്. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറച്ചായിരിക്കും എടുക്കുക. കാര്യം മൊമെൻറ്റം വന്നാൽ നല്ല മൊമെൻറ്റം ആയിരിക്കും, ഡൗൺ സൈഡ് വന്നാൽ അതുപോലെ തന്നെ ആയിരിക്കും ഇതിലുണ്ടാവുക. സോ 6583 ഈ റേഞ്ചിന് മുകളിൽ ഞാൻ ട്രേഡ് പുഷ് ചെയ്യാൻ നോക്കും. ആൻഡ് എനിക്ക് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഏകദേശം ഇഷ്ടം തന്നെയാണ്. ഭയങ്കരമായിട്ടൊരു കമ്പല്ലിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്, വോളിയം ഡ്രൈനെസ് ഉണ്ട്. സോ ആകെ മൊത്തം എനിക്ക് ഈ സ്റ്റോക്കിൽ തൃപ്തിയുണ്ട്. ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടേക്കാണ്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാലച്ച് ഹോട്ടൽസിൻ്റെ അറിയാം, നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചറലി ഇതൊരു ഈ ഒരു സോണിൽ ബ്രേക്കൗട്ട് കടന്നു ആൻഡ് റീടെസ്റ്റഡ് ദിസ് സോൺ. തിരിച്ചിതായി വീണ്ടും നിൽക്കുകയാണ്. ചിലപ്പോൾ ഒരു 2 to 3 സൈലൻറ്റ് ഡേയ്സ് ഇതിലുണ്ടാവും. ഐ ആം എക്സ്പെക്റ്റിംഗ് എ ടാർഗറ്റ് ഓഫ് 1038 ഇൻ ദിസ് സ്റ്റോക്ക്. അപ്പോൾ നിങ്ങളിത് വാച്ച് ലിസ്റ്റിലിടുക. ചിലപ്പോൾ ഒരു 2 or 3 ഡേയ്സ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിൽ പോയതിന് ശേഷം മാർക്കറ്റ് അപ്പ് തരാൻ സാധ്യതയുണ്ട് സ്റ്റാലച്ച് ഹോട്ടൽസിലേക്ക്. നിങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ഇട്ടേക്കുക. പിന്നെ ഏതറാണ് സ്റ്റിൽ ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു മൂവ്മെൻറ്റ് ഏതറിൽ വന്നിട്ടില്ല. ഇതിലൊരു ടാർഗറ്റ് 363 ആണ്. അപ്പോൾ ഏതറിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ എഡ്യൂക്കേഷണൽ പർപ്പസുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല വീഡിയോസ് ഞാനിതിൽ ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്സ് തൊട്ട് അഡ്വാൻസ് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.